അതിതീവ്ര മഴയിലേക്കാണ് കേരളം അടുക്കുന്നതെന്നുള്ള സൂചനകൾ ഏകദേശം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരു പ്രളയ സാധ്യതയുണ്ടോ? 2018 സമാനമായ ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളതെന്നാണ് നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും ചോദിക്കുന്നത്. എന്നാൽ അതിനോടടുത്ത് നിൽക്കുന്ന ചില സൂചനകളാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഏറെ കരുതലോടെ നീങ്ങേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോഴത്തേത്. സംസ്ഥാനത്ത് വീണ്ടും തീവ്രമോ അല്ലെങ്കിൽ അതിതീവ്രമോ ആയിട്ടുള്ള മഴ ഇനി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന കൃത്യമായ വിവരങ്ങളാണ് ഗവേഷകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മാസം 3-ാമത്തെ ആഴ്ച മുതൽ 2 ആഴ്ച കാലത്തേക്ക് ശക്തമായ മഴ ഉണ്ടാകുമെന്ന ധാരണ ഏവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. 2018 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു സമാനമായ സാഹചര്യത്തിൽ സമാനമായ കാലയളവിൽ പ്രളയ സമാനമായ ഒരു സാഹചര്യം പോലും ഉണ്ടായത്. അതുകൊണ്ടാണ് ആശങ്കയേറെ വർദ്ധിപ്പിക്കുന്നത്. ആഗോള മഴപ്പാത്തിയായിട്ടുള്ള മാഡൻ ജൂലിയൻ ഓസിലേഷൻ ഓഗസ്റ്റ് 3-ാം വാരത്തോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇത് മഴയ്ക്ക് കാരണമായി മാറും. മഴമേഘങ്ങളുമായി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടുള്ള കാറ്റിന്റെ പ്രയാണമായി തന്നെയാണ് ആഗോള മഴപ്പാത്തിയെ നോക്കി കാണേണ്ടത്. അതുമൂലം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴികളും ന്യൂനമർദ്ദങ്ങളും രൂപപ്പെടാനുള്ള സാധ്യത കൂടിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പുതുതായി കേൾക്കുന്ന ഒരു പേരായി തന്നെയാണ് ഒരുവിധം ആളുകളെങ്കിലും മാഡൻ ജൂലിയൻ ഓസിലേഷനെ നോക്കിക്കാണുന്നത്. എന്താണ് മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ, എൽനിനോയെക്കുറിച്ച് ഇതിനു മുൻപ് നാം ഏവരും കേട്ടിട്ടുള്ളതാണ്. ഇത് പസഫിക് സമുദ്രത്തിൽ സംഭവിക്കുന്ന ഒരു അചലമായ പ്രതിഭാസമാണ്. അതായത് ഇതിന്റെ സമയം മാറുന്നതനുസരിച്ച് ഇതിന് സ്ഥാനത്തിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇത് നേരെ തിരിച്ചായി സംഭവിക്കും. ഏകദേശം 30 മുതൽ 60 ദിവസം കൊണ്ട് ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള മേഘങ്ങളുടെയും മഴകളുടെയും കിഴക്കോട്ട് നീങ്ങുന്ന ഒരു പൾസായിട്ടാണ് മാഡൻ ജൂലിയൻ ഓസിലേഷനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇത് കൂടുതൽ കേന്ദ്രീകരിക്കുന്ന മേഖലയിൽ ശക്തമായ മഴയും പെയ്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്തു നിന്നും തുടങ്ങി പസഫിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങളുടെ ഭൂമധ്യരേഖയ്ക്കടുത്തേക്കുള്ള ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് തിരിച്ചെത്തുന്ന ഒരു തുടർ പ്രതിഭാസം തന്നെയാണ് മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഒരു മാഡൻ ജൂലിയൻ ഓസിലേഷൻ ഇവന്റിൽ 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. ഒന്ന്, മെച്ചപ്പെട്ട മഴ ലഭിക്കുന്ന ഘട്ടം, അതായത് എൻഹാൻസ്ഡ് റെയിൻഫാൾ എന്നതിനെ എടുത്തു പറയും. അതല്ലെങ്കിൽ സംവഹന പ്രക്രിയ കൂടിയ ഘട്ടമായി പറയും. മറ്റൊന്ന്, മഴ കുറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സംവഹനം കുറഞ്ഞൊരു ഘട്ടം, സപ്രസ്ഡ് റെയിൻഫാൾ എന്ന് പറയും. ഇതിൽ ആദ്യം പറഞ്ഞ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ശക്തമായ മഴ പെയ്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ മാഡൻ ജൂലിയൻ ഓസിലേഷൻ നടക്കുന്ന സമയത്ത് ഭൂമിയിൽ ഒരു പ്രദേശത്ത് മാത്രമായി ശക്തമായ മഴയും കാറ്റുമാണെങ്കിൽ മറുഭാഗത്ത് തീരെ മഴയില്ലാത്ത അവസ്ഥയും അനുഭവപ്പെടുന്നുണ്ട്. ഈ പാറ്റേൺ മൊത്തമായി കിഴക്കു ദിശയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. മഴയുടെ ഈ വ്യത്യസ്തമായ 2 സാഹചര്യങ്ങൾ 8 സ്റ്റേജുകളായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ തരംതിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അധിക മഴ ലഭിക്കുന്ന പ്രദേശം അത് കേരളത്തിലാണെങ്കിൽ, കേരളത്തിൽ താങ്ങാവുന്നതിനും അപ്പുറം മഴ പെയ്തിറങ്ങുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ ഭീഷണിയും മണ്ണിടിച്ചിലും പ്രളയസമാനമായ സാഹചര്യവും പുഴ കരകവിഞ്ഞൊഴുകുന്ന ഘട്ടവും ഒക്കെ തന്നെ നമുക്ക് വീണ്ടും കാണേണ്ടി വരും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ടാണ് 2 ജില്ലകളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ചൊവ്വാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്.